പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ രണ്ട് കാര്യങ്ങൾക്ക് പ്രത്യേക ഊന്നൽ കൊടുത്തതായിട്ട് നമുക്കറിയാം. ഒന്ന് ദൈവരാജ്യം പഠിപ്പിക്കുന്ന കാര്യത്തിലും മറ്റൊന്ന് രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യത്തിലും. ദൈവരാജ്യം പഠിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ട് തരത്തിൽ താൻ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സാധാരണ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടെ ഉപമകളായിട്ട് അവരോട് സംസാരിക്കുകയും ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവയുടെ മർമ്മങ്ങളെ ആഴത്തിൽ ഗ്രഹിപ്പിച്ച് അവരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ തനിക്ക് ശേഷം ശിഷ്യന്മാർ താൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റെടുക്കണമെന്ന് കർത്താവ് അറിഞ്ഞിരുന്നതുകൊണ്ട് അവരെ അപ്രകാരം ട്രെയിൻ ചെയ്യുകയായിരുന്നു. സാധാരണ ജനങ്ങൾ യേശു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശവും അതോടൊപ്പം അവർ ഏത് ലക്ഷ്യത്തിലെത്തണമെന്നുള്ളത് സാധ്യമാവുകയും ചെയ്യണം. ഈ കാലഘട്ടത്തിലൊക്കെ വചനം കേൾക്കുവാനായിട്ട് കടന്നു വന്ന ജനത്തെ, അവരുടെ രോഗികളെ സൗഖ്യമാക്കുമായിരുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കിയത് അവരോടുള്ള മനസ്സലിവ് കൊണ്ടാണ്. ജനം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരെ ആ നിലയിൽ തുടരുവാൻ കർത്താവ് അനുവദിച്ചില്ല. അതുകൊണ്ട് അവരെ സൗഖ്യമാക്കി. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ പ്രധാനമായിട്ട് നാം അറിയപ്പെടുന്നത് ഗിരിപ്രഭാഷണങ്ങളാണ്. ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗിരിപ്രഭാഷണങ്ങൾ, അവയുടെ അന്തസ്സത്ത കാരണം. ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ 40 അടിസ്ഥാന തത്വങ്ങളാണ്, അടിസ്ഥാന പ്രമാണങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നവരെ കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഈ അടിസ്ഥാനത്തിൽ വേണം ഓരോ ക്രിസ്തീയ വിശ്വാസിയും പണിയപ്പെടുവാൻ. ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് കർത്താവ് അത് പഠിപ്പിക്കാനിടയായത്. ഈ കാലഘട്ടത്തിലൊക്കെ രോഗികളും സൗഖ്യമായിക്കൊണ്ടിരുന്നല്ലോ. ധാരാളം രോഗികൾ സൗഖ്യമായിക്കൊണ്ടിരുന്നു. വേദപുസ്തകത്തിൽ ചിലരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അവയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രത്യേക വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. യേശു വചനം പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ യഹൂദന്മാരെല്ലാം അതിനെ വളരെ വിസ്മയത്തോടാണ് കണ്ടിരുന്നത്. കാരണം അവരുടെ റബ്ബിമാരൊക്കെ വളരെ അറിവോടുകൂടെ തന്നെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലിൽ ഒരധികാരം അവർക്ക് കാണുവാനിടയായി. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയ ഓരോ വ്യക്തികൾക്കും ആ അധികാരം മനസ്സിലാക്കാൻ കഴിയും. ആ അധികാരത്തോടുകൂടെ കർത്താവ് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ പറയപ്പെടുന്ന ഈ വ്യക്തി ഒരു കുഷ്ഠരോഗിയാണ്. ഈ കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ സാധാരണ രോഗിയെപ്പോലെയല്ല. അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അവനെ അശുദ്ധനെന്ന് മുദ്ര കുത്തിയിരിക്കുന്നതാണ്. രോഗിയെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം അവനൊരു അശുദ്ധനെന്ന് പറയാനാണ് ജനം ആഗ്രഹിച്ചിരുന്നത്. അവൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറ്റി പാർപ്പിക്കപ്പെട്ടവനായിരുന്നു. ചുരുക്കത്തിൽ സ്വന്തം കുടുംബവുമായിട്ടോ അതുവരെ അവൻ സഹവസിച്ച് വന്നിരുന്ന ഒരു മനുഷ്യരുമായിട്ടോ ഒരു ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട ഒരനുഭവത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കുമെന്ന് സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല.
നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ബസ്സിലൊക്കെ കുഷ്ഠരോഗികൾ ഭിക്ഷ യാചിക്കാനായിട്ട് കയറി വരും. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് കൊടുത്ത് അവരെ അങ്ങ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴവരുടെ കൈയുടെ അറ്റത്തുള്ള ഭാഗങ്ങളൊന്നും ചിലപ്പോൾ കാണത്തില്ല, മുറിഞ്ഞു പോയി കാണും. നമ്മൾ അവിടെ എങ്ങും സ്പർശിക്കാതെ ഒരു നാണയത്തൊട്ട് അവരുടെ കയ്യിലേക്ക് ഇടും. ഏതാണ്ട് ആ അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം ഇതും. ആ വ്യക്തി അങ്ങനെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുമ്പോഴാണ് യേശുവിനെക്കുറിച്ച് കേൾക്കാനിടയായത്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു യേശുവിനെക്കുറിച്ച് അവൻ കേട്ടു. തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായി കാണും, അവനും സൗഖ്യമാകണമെന്ന്. അതവൻ്റെ ഒരാശയായിരുന്നു. എന്നാൽ യേശു പോകുന്നിടത്തെല്ലാം യേശുവിനോട് കൂടെ നടക്കാനോ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് എന്നെ സൗഖ്യമാക്കണമെന്ന് പറയാനോ ഒന്നും അവന് കഴിയത്തില്ല. കാരണം സമൂഹം അവനെ അതിന് അനുവദിക്കത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ അവൻ നാളുകൾ കഴിഞ്ഞു പോകവേ ഞാൻ ചിന്തിക്കുന്നു, യേശുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ അല്ലെങ്കിൽ പഠിപ്പിക്കലുകളൊക്കെ പലയിടത്തു നിന്നും ഈ വ്യക്തി കേട്ടിട്ടുണ്ടാകാം. ഒരു ദിവസം ഇവൻ ചിന്തിച്ചു, ഏതായാലും ഈ കണക്കിന് പോയിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായി, ആരുമില്ലാത്തവനായി. അതല്ല, ഞാൻ ജനസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപക്ഷെ ഞാൻ അശുദ്ധനെന്ന് കരുതി അവരെന്നെ കല്ലെറിഞ്ഞു കൊന്നേക്കാം. ഏതായിരുന്നാലും എൻ്റെ മുൻപിൽ മരണമാണുള്ളത്. അതുകൊണ്ട് ഏതായാലും ഒരു പ്രവൃത്തിക്ക് അവനങ്ങ് തയ്യാറായി. അവൻ ആ ലക്ഷ്യത്തോടുകൂടെ കർത്താവിൽ നിന്ന് കേട്ടുകൊണ്ടേയിരുന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനമെല്ലാം ചിന്തിച്ചതുപോലെ അധികാരമുള്ളവനായിട്ട് യേശു സംസാരിക്കുന്നു. അവൻ എന്ത് പറയുന്നോ അത് ചെയ്യാൻ അവന് കഴിയുന്നു. ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കുമൊക്കെ അവർക്ക് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഒരിക്കലും അവർക്ക് അതുപോലെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ വ്യത്യസ്തനായ ഒരു മനുഷ്യനെ കാണുകയാണ്. അവനിലൂടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുന്നു. ഇത് കണ്ടപ്പോൾ തനിക്കും ഒരത്ഭുതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അതിനായിട്ട് ഒരു എഫർട്ട് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യേശു മലയിൽ നിന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരു വലിയ പുരുഷാര യേശുവിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഇറങ്ങി വരുന്ന യേശുവിൻ്റെ മുൻപിൽ അവൻ ഓടിച്ചെന്ന് പെട്ടെന്നങ്ങ് വീണു, കവിണ്ണു വീണു, നമസ്കരിച്ചു. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ അടുത്തൊരു ചുവട് വയ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് യേശുവിനെ അവനോട് പിടിച്ചു നിർത്തി. ചുറ്റുമുള്ള പുരുഷാരത്തിന് പ്രതികരിക്കാൻ മനസ്സുണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് പ്രതികരിക്കാൻ അവസരം കൊടുത്തില്ല. അതിനു മുൻപേ ഈ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവേ എന്നെന്താ അവൻ വിളിക്കാൻ കാര്യം? നമ്മളൊക്കെ യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത് പോലല്ല അവൻ വിളിച്ചത്. അവനതറിയത്തില്ല. എന്നാൽ അവന് യേശുവിൻ്റെ പ്രസംഗത്തിൽ നിന്ന് അവൻ ഒരു കാര്യം മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കും ഇവൻ മതിയായവനാണ്. എന്നെ നിയന്ത്രിക്കാനും എന്നെ യോഗ്യമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എന്നിൽ കർത്തൃത്വം നടത്തുവാനും ഇവൻ ശക്തനായവനാകയാൽ അവൻ യേശുവിനെ കർത്താവെന്ന് വിളിച്ചു. എന്നിട്ട് അവനോട് പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഒരുപാട് കാര്യങ്ങളൊന്നും അവൻ പറയുന്നില്ല. അവനൊരു കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞില്ല, എത്ര നാളുകൾ കൊണ്ട് അവൻ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞില്ല, എന്താണ് ഇപ്പോഴത്തെ അവൻ്റെ സ്ഥിതി, ഇതൊന്നും അവൻ പറയുന്നില്ല. അവനൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അങ്ങനെ പറയാൻ കാര്യം? കാരണം ഇതുവരെയും അവൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും അവനോടൊന്ന് സംസാരിക്കാൻ പോലും ജനം മനസ്സ് കാണിച്ചില്ല. ഒരുപക്ഷെ അവൻ്റെ ബന്ധുമിത്രാദികളായിരിക്കാം, അവൻ്റെ അതുവരെ സഹവസിച്ച് വരുന്ന ജീവിതങ്ങളായിരിക്കാം. അവരാരും തന്നെ ഒരു മനസ്സ് കാണിച്ചില്ല ഇവനോടൊന്ന് സംസാരിക്കാൻ പോലും. അവനെ കാണുമ്പോൾ മുഖം മറച്ച് കടന്നു പോകുന്നവരെ ആയിരിക്കാം നാളുകളായിട്ട് അവൻ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം അവൻ പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അതൊരപേക്ഷയല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു കാര്യം അവനെ തന്നെ ഉറപ്പിച്ചു, യേശു എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സ് കാണിച്ചാൽ ഞാൻ സൗഖ്യമാകും. അവൻ്റെ ജീവിതത്തിൽ ആ സൗഖ്യത്തിന് ഒരു തടസ്സവുമില്ല. ബെഥേസ്ദ കുളക്കരയിൽ കിടന്നതായ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, കുളം കലക്കുന്നുണ്ടെങ്കിൽ എന്നെ അതിനകത്തോട്ടൊന്ന് എടുത്തിടാൻ ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളാവാൻ പറഞ്ഞത്, കഷ്ടപ്പാടുകളാവാൻ പറഞ്ഞത്.
സൗഖ്യമാകാൻ എനിക്ക് മനസ്സുണ്ട്, പക്ഷേ എനിക്കൊരു രക്ഷയില്ല. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നു, എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നവൻ എന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും അവനോട് പറയേണ്ട കാര്യമില്ല. നിനക്ക് മനസ്സുണ്ടോ, ഞാൻ ഇപ്പോൾ സൗഖ്യമാകും. യേശു അവൻ്റെ അന്തരംഗത്തെ കണ്ടു, അവൻ്റെ ഹൃദയത്തിലെ വേദന കണ്ടു. ആരും ഒന്ന് തൊടാൻ മനസ്സ് വെക്കാത്ത ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഴത്തിലുള്ള വേദനയെ കണ്ടിട്ട് യേശു അവനെ തൊട്ടു, അവനെ സൗഖ്യമാക്കി. എന്നിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം. യേശുവിൽ നിന്ന് ഈ വാക്ക് കേട്ടപ്പോൾ അതോടെ അവൻ്റെ ജീവിതം മാറി. നമ്മൾ പാടാറുണ്ടല്ലോ, യേശുവെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറിയിടുവാൻ, മറ്റൊന്നും വേണ്ടിപ്പോൾ ഒരു വാക്ക് മതി എനിക്ക്. പലപ്പോഴും നമ്മളൊരു വാക്കിന് വേണ്ടി ആഗ്രഹിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം മാറി നിന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിരിക്കാം. വളരെ കഷ്ടങ്ങളുടെ നടുവിലൂടെ നാം കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നു നമ്മെ ഒറ്റപ്പെടുത്താതെ, നമ്മയുടെ അടുക്കിൽ നിന്ന് മാറിപ്പോകാതെ നിന്ന ഒരു കർത്താവിൻ്റെ മനസ്സലിവ് കൊണ്ടല്ലേ ഇന്നും നമ്മൾ നിൽക്കുന്നത്. മറ്റാർക്കും നമ്മളോട് തോന്നാത്ത ഒരു ദയവ് അവന് നമ്മളോട് തോന്നിയത് കൊണ്ടല്ലേ ഇപ്പോഴും നമ്മൾക്ക് ആയിരിക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ എന്നേ ഒരുപക്ഷെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുമായിരുന്നു. അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇല്ലാതെയായി പോകുമായിരുന്നു. നമ്മൾ തന്നെ നമ്മളുടെ ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ നമ്മളറിയാതെ നമ്മുടെ അടുക്കൽ നിന്ന് നമ്മെ സഹായിച്ച, നമ്മളെ മനസ്സലിവോടെ കണ്ട ഒരു കർത്താവിൻ്റെ സ്നേഹമായി ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഈ മനുഷ്യൻ പറയുന്നു, നിൻ്റെ ഒരു വാക്ക് മതി. ഇവിടെ ഈ മനുഷ്യൻ അവൻ്റെ ഒരു വാക്ക് കൊടുത്ത് അവൻ്റെ ഉത്തരം കർത്താവിൽ നിന്ന് വാങ്ങി. യേശു ഒരു വാക്ക് പറഞ്ഞു, അതവന് സൗഖ്യമായി തീർന്നു. അതവൻ്റെ ഉത്തരമായിരുന്നു. ഈ ഉത്തരം അല്ലെങ്കിൽ ഈ വാക്ക് അവന് കാഷ്വലായിട്ട് കിട്ടിയതല്ല. അവൻ അതിൻ്റെ പുറകിൽ ഒരു എഫർട്ട് എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നൊന്നും കൂടുതൽ ചിന്തിക്കാതെ യേശുവിൻ്റെ മുൻപിലേക്ക് ഓടി വന്നതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ അവൻ്റെ വിടുതൽ പ്രാപിച്ചു. അവൻ്റെ വിടുതലിൻ്റെ കീ ആയിരുന്നു അത്. ആ കീയുമായിട്ട് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. യേശുവിന് അവനെ വിട്ട് മാറിപ്പോകാൻ കഴിയത്തില്ല. അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പ്രസംഗിക്കുന്നത് കേട്ടു. അതുമാത്രമല്ല, അവൻ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കി. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ബലാൽക്കാരികൾ ബലാൽക്കാരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നു. ഇവനിവിടെ അങ്ങനെയാണ് തൻ്റെ അവകാശം പ്രാപിച്ചെടുത്തത്, ബലാൽക്കാരത്തോടെ. ഒരു സുറോഫൈനിക്കക്കാരി സ്ത്രീയെക്കുറിച്ച് നമുക്കറിയാം. അവളൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾ ഭൂതോപദ്രവം പിടിപെട്ട് വളരെ കഷ്ടപ്പെടുന്നു, നീ അവളെ സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, ഇത് നിനക്കുള്ളതല്ല, മക്കളുടെ അപ്പമായത്. സൗഖ്യമെന്ന് പറയുന്ന മക്കളുടെ അപ്പമാണ്, അത് നിനക്കെടുത്ത് തരാനുള്ളതല്ല. പക്ഷെ അവൾ പോകാതെ അവിടെ നിൽക്കുക. പോകാതെ അവൾ അവിടെ നിന്നിട്ട് അവൾ പറയുന്ന വാചകം എത്ര ആഴമുള്ളതാണ്. അവൾ പറയുന്നു, മക്കളുടെ അപ്പമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മക്കൾ മേശപ്പുറത്തിരിക്കുന്ന അപ്പം തിന്നുമ്പോൾ അതിൽ നിന്ന് താഴെ വീഴുന്ന, വല്ലപ്പോഴും ഒക്കെ താഴെ വീഴുന്ന ഓരോ നുറുക്കുകളുണ്ടല്ലോ, ആ നുറുക്ക് താഴെ നിൽക്കുന്ന നായ്ക്കുട്ടികൾക്കുള്ളതാണ്. അതായത് എനിക്കുള്ളത് ഇതിനകത്തുണ്ട്. അവളുടെ വലിയ വിശ്വാസം കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലിയത്. പ്രിയജനമേ, വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ വിശ്വാസം വേണം. കാഷ്വലായിട്ട് ചിലതൊക്കെ കിട്ടിയെന്നിരിക്കും, എന്നാൽ അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നതെല്ലാം വലിയ വിശ്വാസം കൊണ്ട് മാത്രമേ നേടാൻ കഴിയത്തുള്ളൂ. ഇവിടെ സൗഖ്യം പ്രാപിച്ച മകനോട് കർത്താവ് പറഞ്ഞു, നീ ഒരു കുഷ്ഠരോഗിയാണെന്ന് വിധിയെഴുതിയ ഒരു പുരോഹിതനുണ്ടല്ലോ, ആ പുരോഹിതൻ്റെ അടുക്കിലേക്ക് നീ മടങ്ങിച്ചെന്ന് നീ നിന്നെ തന്നെ കാണിക്കണം. എന്നിട്ട് മോശ പറഞ്ഞിരിക്കുന്ന വഴിപാട്, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന വഴിപാട് അർപ്പിക്കണം. അതെന്തിനാ? നിനക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ സാക്ഷ്യത്തിന് വേണ്ടി.
സാധാരണഗതിയിൽ ഒരു കുഷ്ഠരോഗിയെന്ന് വിധി എഴുതി മാറ്റി നിർത്തിയാൽ അവൻ ഒരിക്കലും പിന്നെ സമൂഹത്തിലേക്ക് കടന്നു വരത്തക്ക വിധത്തിൽ സൗഖ്യമുള്ളവനായി മാറുന്നില്ല. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഭവം ഇതിനു മുമ്പ് കേട്ടുകഴിവ് പോലും ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഈ മനുഷ്യൻ തൻ്റെ വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ യേശുവിനെ താൻ ആരെന്ന് ഗ്രഹിച്ചറിഞ്ഞിട്ട് അതിലൂടെ അവൻ സൗഖ്യം നേടിയെടുത്തു. അങ്ങനെ അവൻ സൗഖ്യം പ്രാപിക്കാനിടയായി തീർന്നു. ആരാണോ നീ കുഷ്ഠരോഗിയെന്ന് വിധി എഴുതുക, ആ വ്യക്തിയെ കൊണ്ട് തന്നെ നീ കുഷ്ഠരോഗി അല്ല എന്ന് പറയിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. കർത്താവാണ് അവനെ സൗഖ്യമാക്കിയത്. പക്ഷേ അവൻ്റെ എഫർട്ട് അതിനകത്ത് നല്ലൊരു പങ്ക് വഹിക്കുന്നതാണ്. വേദപുസ്തകത്തിൽ കുഷ്ഠം പാപത്തെ കാണിക്കുന്നതാണ്. മതത്തിനോ പുരോഹിതനോ ഒക്കെ നിന്നെ പാപിയെന്ന് മുദ്രകുത്താൻ മാത്രമേ കഴിയത്തുള്ളൂ. ഒരിക്കലും ആ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഒന്നും കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശുവിന് അത് കഴിയും. യേശു ക്രിസ്തുവിനാൽ മാത്രമേ നീ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തുള്ളൂ. നീതിമാനായി നിന്നെ ആക്കി തീർക്കുവാൻ, നീതിമാനെന്ന് നിന്നെ മുദ്രകുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. സകല മതത്തേക്കാൾ, അതെ, യേശുവിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും, അവൻ മതത്തേക്കാൾ വലിയവൻ, അവൻ പുരോഹിതനേക്കാൾ വലിയവൻ. ഈ യേശു നമ്മുടെ ജീവിതത്തിൽ സകല കർത്തൃത്വം ഏറ്റെടുക്കുവാൻ നാം ഒന്ന് വിട്ടുകൊടുത്താൽ അവൻ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായവനത്രേ. യേശുവിൻ നാമത്തിൽ ആമേൻ.